ഹംഗറിയിൽ വന്ന് ഹംഗറിയിലെ ബുദാപെസ്റ്റ് നഗരത്തിൽ ഒരു മഞ്ഞ ട്രാമിൽ കയറി ഞാൻ എവിടെയാണെന്നറിയാവോ? യെസ്, അപ്പോൾ നമ്മൾ ഡാന്യൂബ് നദിക്കരയിൽ നദീതീരത്ത് നമ്മുടെ ഹംഗേറിയൻ പാർലമെൻറ്റ് കാണാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് നമുക്ക് ഹംഗേറിയൻ പാർലമെൻറ്റിൽ നിന്ന് തന്നെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അപ്പോൾ KLTUK കൊച്ചിയിൽ നിന്ന് അങ്ങ് നമ്മൾ കയറി KSRTC ബസ്സിൽ കയറി പല രാജ്യങ്ങൾ പല വണ്ടികൾ യാത്ര ചെയ്ത് നമ്മളിങ്ങ് യൂറോപ്പിൽ ഹംഗറിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ KLTUK ചോദിച്ചു പോകാം പുതിയ യാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. അവിടെ എനിക്ക് ഡന്യൂബ് നദി കാണാൻ പറ്റും. യൂറോപ്പിലെ ഏറ്റവും നീളം ഉള്ള ഏറ്റവും വലിയ നദിയാണ് ഡന്യൂബ് റിവർ എന്ന് പറയുന്നത്. പല രാജ്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ആ ഡന്യൂബ് റിവറിൻ്റെ സമീപത്താണ് ഹംഗേറിയൻ പാർലമെൻറ്റ്. അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടുത്തെ ഈ ട്രാമുകളൊക്കെ എന്ത് കിടുവാ അറിയോ, ക്ലാസിക് സാധനമാണ്. ബുഡാപെസ്റ്റിലെ ബുഡാപെസ്റ്റിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര എഫക്റ്റീവാണ്. നമുക്ക് ഒരു ബുഡാപെസ്റ്റ് ഗോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും ടിക്കറ്റ് എടുക്കാം, പാസ് എടുക്കാം, അങ്ങനെ പല പല പരിപാടികളും നടക്കും. എന്നിട്ട് അത് ഓരോ വണ്ടിയിൽ കയറുമ്പോഴത്തേക്കിനും സ്കാൻ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് യാത്ര ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ആ ഡന്യൂബ് നദീതീരത്ത് എത്തിയിരിക്കുകയാണ്. രാത്രിയിൽ ഈ നദിയിലൊരു ക്രൂസ് എടുത്ത് യാത്ര ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു പാലം കാണാം. ആ പാലത്തിന് മുകളിലൂടെ നമ്മളിപ്പോൾ വന്നിറങ്ങിയ ട്രാമൊക്കെ അതുവഴിയാണ് പോകുന്നത്. ബേസിക്കലി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ ബൾഗേറിയയിൽ നിന്നും റൊമേനിയയിലേക്ക് കയറിയ സമയത്ത് നമ്മൾ ഡന്യൂബ് റിവർ ക്രോസ് ചെയ്താണ് നമ്മൾ വന്നത്. നമ്മൾ ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയായിരുന്നു ആ ഡന്യൂബ് റിവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഡന്യൂബ് റിവർ പല സ്ഥലങ്ങളിൽ കണ്ടു. നമ്മളിപ്പോൾ വീണ്ടും ഹംഗറിയുടെ തലസ്ഥാനമായിട്ടുള്ള ബുഡാപെസ്റ്റിൽ നമ്മൾ വീണ്ടും ഡന്യൂബ് റിവർ കാണുകയാണ്. ആ ഡന്യൂബ് റിവറിൻ്റെ സൈഡിൽ ആ കാണുന്ന കെട്ടിടം കണ്ടോ, അതാണ് നമ്മുടെ ഹംഗേറിയൻ പാർലമെൻറ്റ് മന്ദിരം. അത് രാത്രിയിൽ ഈ ക്രൂസിലിരുന്ന് കാണുമ്പോഴത്തേക്കിനും അതൊരു പ്രത്യേക ഫീലിംഗ് കൂടിയാണ്. എന്തായാലും നല്ല ഒരു അടിപൊളി ഒരു റിവർ, ഒരു എന്താ പറയുക, ബ്രൗൺ കളറിലെ വെള്ളമാണ് പോകുന്നത്, കണ്ടില്ലേ? അതിൻ്റെ മുകളിൽ കൂടെ ട്രാമൊക്കെ പോകുന്നത് കണ്ടോ? ഒരു ഭയങ്കര ഫീലാണത്. പകലും രാത്രിയും ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ. സമ്മറിലും വിൻ്ററിലൊക്കെ വരാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് ഹംഗറി എന്ന് പറയുന്നത്. ഹംഗറിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് മെയിൻ ആയിട്ട് ബുഡാപെസ്റ്റ് നഗരത്തിൽ മാത്രമാണ്. ബുഡാപെസ്റ്റിൽ വന്നിട്ടൊരു 4-5 ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള പല വകുപ്പുകൾ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ 2 ദിവസം ഫുള്ള് എനിക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ അതെല്ലാം കാണും, അതാണ് എൻ്റെ പ്ലാൻ. ശരിക്കും നമുക്ക് വിസയൊക്കെ ഉണ്ട് ബുഡാപെസ്റ്റിലേക്ക്, പക്ഷേ അത് അബുദാബിയിൽ നിന്നാണെന്നാണ് തോന്നുന്നത്. ഇന്ത്യയിൽ നിന്ന് ഫ്ലൈ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ബുഡാപെസ്റ്റിലേക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ നോക്കണം. ഇന്ത്യൻ എക്സ്പെൻസീവ് ആയിരിക്കും. ഗൾഫിലുള്ളവർക്ക് വളരെ അഫോർഡബിളായിട്ട് ബുഡാപെസ്റ്റിലേക്ക് വരാൻ പറ്റും. ശരിക്കും ഈ ബുഡാപെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന് എങ്ങനെയാണ് ബുഡാപെസ്റ്റ് എന്ന് പേര് വന്നതെന്നറിയാമോ? അതായത് ഈ ഡന്യൂബ് റിവറിൻ്റെ അപ്പുറത്തെ സൈഡാണ് ബുഡാ ഏരിയ എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത്. അതായത് ബുഡാ ഏരിയ. നമ്മൾ ഹൈദരാബാദ് സെക്കൻഡറാബാദ് എന്നൊക്കെ പറഞ്ഞ് ഒരു അപ്പുറം 2 സ്ഥലങ്ങളില്ലേ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഈ ഡന്യൂബ് റിവറിൻ്റെ അപ്പുറത്തെന്ന് പറയുന്നത് ബുഡാ ഏരിയ, നമ്മളിപ്പോൾ ഉള്ളത് പെസ്റ്റ് ഏരിയ. അങ്ങനെ പിന്നെ ഇവിടെ വേറെ ഒഡേബാദ് അങ്ങനെ എന്താ പറഞ്ഞൊരു സ്ഥലപ്പേരൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 3 സിറ്റീസ്, ആ ഒരു 3 സ്ഥലങ്ങളുടെ 3 ഏരിയകളുടെ പേര് ഇവർ ലോപിപ്പിച്ച്, അങ്ങനെയല്ലേ പറയുന്നത്? യെസ്, അങ്ങനെ ലോപിപ്പിച്ചാണ് ആക്ച്വലി ബുഡാപെസ്റ്റ് എന്നൊരു പേര് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പെസ്റ്റ് ഏരിയയിലാണ്. ഇവർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ പെസ്റ്റ് എന്ന് പറയും, ഇവർ പെസ്റ്റ് എന്നാണ് ഇവർ പ്രൊനൗൺസ് ചെയ്യുക. എസിൻ്റെ അടിയിൽ ഒരു വര ഉണ്ടാവും. ഫിഷർമാൻസ് ബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമുക്ക് അപ്പുറത്ത് കാണുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ബുഡാ കാസിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ബുഡാ എന്ന് പറയുന്ന അപ്പുറത്തെ സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ബുഡാ നഗരവും പെസ്റ്റ് നഗരവും ഒബൂഡ നഗരവും, ഈ 3 നഗരങ്ങൾ ചേർന്നാണ് ബുഡാപെസ്റ്റ് ഉണ്ടായത്. ഒബൂഡ, പെസ്റ്റ്, ബുഡ, ഈ 3 നഗരം. അങ്ങനെയാണ്. പണ്ട് ഇത് പെസ്റ്റ് ബുഡ എന്നായിരുന്നു, പിന്നെ അത് പേര് മാറ്റി അവർ ബുഡാപെസ്റ്റ് ആക്കി. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടു. ഞാൻ ആ ഒരു ഹംഗേറിയൻ പാർലമെൻറ്റിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു നിയോ ഗോത്തിക് സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ് ഹംഗേറിയൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പെർഫെക്റ്റ് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നദിയിലൂടെ ഒരു ക്രൂസ് യാത്ര, ഒരു ബോട്ടിൽ പോയാൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു പെർഫെക്റ്റ് വ്യൂ കിട്ടുകയുള്ളൂ. നമ്മുടെ പാർലമെൻറ്റിൻ്റെ മുൻപിലായിട്ട് നമുക്കിവിടെ ഒരു വലിയൊരു സ്റ്റാച്യു കാണാം. ഇതാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ത്വാൻ തിസ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സ്റ്റാച്ചു ആണ്. നമ്മുടെ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറയുന്ന പോലെ ഇവരുടെ ഹംഗറിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വലിയൊരു ലീഡറാണ് അദ്ദേഹം. ഇദ്ദേഹം 2 തവണ ഹംഗറിയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആസ്റ്റർ റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ റെവല്യൂഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആസ്റ്റർ റെവല്യൂഷൻ്റെ സമയത്ത് ഇടതുപക്ഷ റെവല്യൂഷണറീസാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അദ്ദേഹം
കൊല്ലപ്പെടുകയായിരുന്നു. 1918 ഒക്ടോബർ 31, അതായത് ഹംഗറി ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ച ദിവസമാണ് ഇദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണാർത്ഥം പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ മുമ്പിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഞാൻ എവിടെയാണെന്ന് നോക്കൂ. യെസ്, നമ്മുടെ ഹംഗേറിയൻ പാർലമെൻറ്റിൻ്റെ മുമ്പിലാണ് ഞാനെത്തി നിൽക്കുന്നത്. ഹംഗേറിയൻ പാർലമെൻറ്റ് ഗൈസ്, അടിപൊളിയല്ലേ? അപ്പോൾ ഈ ഒരു കെട്ടിടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഹൗസ് ഓഫ് ദ കൺട്രി, ഹൗസ് ഓഫ് ദ നേഷൻ, പാർലമെൻറ്റ് ഓഫ് ബുഡാപെസ്റ്റ്, അങ്ങനെ പല പല പേരുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഇതാണ് ഇവരുടെ നാഷണൽ അസംബ്ലി ഓഫ് ഹംഗറി എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടിയാണ്. നമുക്കിവിടെ റെഡ് ജാക്കറ്റ് ഇട്ട കുറേ ഇവർ ഏഷ്യൻസ് ആണല്ലോ, അത് ചൈനീസ് ആണെന്ന് തോന്നുന്നു കേട്ടോ, ചൈനക്കാർ പിള്ളേരാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ക്യൂട്ട് പിള്ളേർ, റെഡ് ജാക്കറ്റ് ഇട്ട് ഒരേപോലത്തെ. എനിക്ക് തോന്നുന്നു സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടെന്നായിരിക്കും മിക്കവാറും. അങ്ങനെ ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇൻ്റർനാഷണൽ ടൂറുകളൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പല സ്കൂളുകളുടെയും ട്രെൻഡെന്ന് പറയുന്നത്. അങ്ങനെ കുറേ റെഡ് കുട്ടികൾ, അയ്യോ നല്ല ക്യൂട്ടല്ലേ, ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അവരെ ഇങ്ങനെ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാട്ടോ. ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂവിൽ കിട്ടുള്ളൂ. ഉച്ച കഴിയുമ്പോഴത്തേക്കിന് സൂര്യൻ പറയി വരും. ഇതൊരു നിയോ ഗോത്തിക് സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നിയോ ഗോത്തിക് സ്റ്റൈൽ നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും, ഇനി അങ്ങോട്ട് കുറേ കേൾക്കും. നിയോ ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് കാലത്ത് ഈ ഭാഗത്തുള്ള പള്ളികളും ബാക്കിയുള്ള പല കെട്ടിടങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട റെയിൽവേ സ്റ്റേഷനും അങ്ങനെ പല സംഭവങ്ങളും നിയോ ഗോത്തിക് സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഇതൊരു കണ്ട ഒരു ഭീകരത കിട്ടുന്നത്, എനിക്ക് എപ്പോഴും നിയോ ഗോത്തിക് എന്ന് പറയുന്നൊരു ഭീകരത കിട്ടുന്നൊരു സംഭവമാണ്. ഒരു ഹംഗേറിയൻ ആർക്കിടെക്റ്റാണ് ഇത് ഡിസൈൻ ചെയ്തത്. ബേസിക്കലി ഇവർക്കിത് എന്താ പറയുക, ഈ ബ്രിട്ടീഷ് ആളുകളോടുള്ള ഒരു ഇതിന് വേണ്ടി ബേസിക്കലി ബ്രിട്ടീഷ് പാർലമെൻ്റ് ആയിട്ടുള്ള വെസ്റ്റ് മിനിസ്റ്ററുമായിട്ട് ഏകദേശം സാമ്യത ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇത് നിർമ്മിച്ചത്. 1885 മുതൽ 1904 വരെ ആ ഒരു സമയത്താണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത്. ഏകദേശം 19 വർഷം എടുത്തു ഇതിൻ്റെ നിർമ്മാണം നടത്താനായിട്ട്. 315 അടിയാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. 4 നിലകളാണ് ഇതിനുള്ളത്. 4 നിലകളിലായിട്ട് 1,93,800 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പിന്നെ 691 മുറികളുണ്ട്. അങ്ങനെ നമ്മൾ മറ്റേ സ്ഥലത്ത് കണ്ട റൊമേനിയയിൽ കണ്ട പോലെ അല്ല. റൊമേനിയ ഹ്യൂജ് ആയിരുന്നു, ലോകത്തിലെ ഏറ്റവും വലുതായിരുന്നു. രണ്ടാമത്തത്. അപ്പോൾ അതുപോലെ അത്ര ഒന്നുമില്ല, പക്ഷേ ഇതൊരു ഭയങ്കര ഒരു ക്യൂട്ട്, ആര് കണ്ടാലും ഒരു ഫോട്ടോ എടുക്കാൻ തോന്നുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. ആക്ച്വലി ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലെ കാഴ്ചകൾ നമുക്ക് ബോട്ടിൽ കൂടെ പോയാൽ മാത്രമേ കിട്ടുള്ളൂ. അതാണ് ഏറ്റവും അടിപൊളി. ഓരോ രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടത്തേക്ക് പാർലമെൻ്റ് എന്നൊക്കെ പറയുന്നത് വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് അല്ലേ. ഇതിൻ്റെ മുമ്പിൽ ഒരു 4-5 പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ടൂറിന് കയറാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ടൂർ കയറണമെന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ കൂടെ ടൂർ ബുക്ക് ചെയ്ത് നമ്മളിവിടെ വന്നാൽ മാത്രമേ നമുക്കിവിടെ ടൂർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് 2 സിംഹങ്ങൾ നമുക്കിവിടെ കാവൽക്കാരായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, നമുക്കിത് കാണാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് സൈഡാണ്, നിങ്ങളിവിടെ കയറാനൊന്നും പറ്റുന്നില്ല. വേറൊരു എൻട്രൻസ് തന്നെയുണ്ട് ടൂർ ചെയ്യാനായിട്ട്. പാർലമെൻറ്റ് ബിൽഡിങ്ങിനകത്ത് ടൂർ അല്ലേ. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം ഒന്ന് കയറി കാണണം എന്നുള്ളത്. നമുക്കതിനുള്ള യോഗമില്ല. വലിയ എന്തെങ്കിലും പിടിപാടൊക്കെ ഉണ്ടെങ്കിൽ പറ്റുമായിരിക്കും. എന്തായാലും എൻ്റെ വലിയൊരു ആഗ്രഹം അത്. നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ നമുക്ക് അവിടെ ആയിട്ട് നമുക്ക് ആ കാണുന്നതാണ് ഫിഷർമാൻസ് ബാസ്റ്റിയൻ. നമ്മളിന്ന് അവിടേക്കൊക്കെ പോകും. ഇന്ന് ഭയങ്കര കാറ്റാണ്, ഒരു രക്ഷയില്ല. കാറ്റ് കാരണം തണുത്തിട്ട് വയ്യ. പാർലമെൻറ്റ് മന്ദിരത്തിന് മുമ്പിൽ കൂടെ ട്രാമുകൾ പോകുന്ന വഴി ട്രാം വരും. പാർലമെൻറ്റ് വ്യൂ കഫേ, ഇവിടുത്തേക്ക് കെട്ടിടങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇവിടത്തേക്ക് കെട്ടിടങ്ങൾ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ കൊതിയാവുന്നത്. എന്തോ ഭംഗിയാണ് ഈ കെട്ടിടങ്ങളൊക്കെ. ഇത് നോക്കിയേ, ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ. ഈ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ഇവിടുത്തെ കുറേ കെട്ടിടങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ട്. ദിസ് വീഡിയോ ഇസ് ഡെഡിക്കേറ്റഡ് ടു ഹിം. ദിസ് വീഡിയോ അല്ല, ഇവിടുത്തെ കുറേ വീഡിയോസ് ഉണ്ട്. ഇതെല്ലാം ശരിക്കും നിങ്ങളൊരു നല്ലൊരു ആർക്കിടെക്റ്റൊക്കെയാണ്, നല്ല നല്ല കെട്ടിടങ്ങളൊക്കെ പണിയാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊതിയാവും ഓരോ കെട്ടിടങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും. അത്ര ഭംഗിയുള്ള കെട്ടിടങ്ങളല്ലേ. എന്നാലും നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം അത് വേറെ ലെവലാണ്. ഇവിടുത്തെ പ്രതിമകൾ അത് അതിലും വലിയ ലെവലാണ്, ഒന്നും പറയാനില്ല കേട്ടോ. സൂപ്പറാണ്, സൂപ്പർ. ഇതൊക്കെ വന്ന് കാണണം കഴിച്ചതൊക്കെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട സ്ഥലങ്ങളാണ് യൂറോപ്പ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് നല്ല അടിപൊളി യൂറോപ്പിലെ കാഴ്ചകളൊക്കെ കാണാം. അല്ല, പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ സെൻട്രൽ യൂറോപ്പിൽ നിന്ന് നമ്മൾ ഇനി ഈസ്റ്റേൺ യൂറോപ്പിൽ പോകും. നമുക്കിനി ബോസ്നിയ, പിന്നെ മോണ്ടിനീഗ്രോ, പിന്നെ അൽബേനിയ, പിന്നെ നമുക്ക് ഗ്രീസൊക്കെ പോകാനുണ്ട്. ഗ്രീസൊക്കെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഫെറി എടുത്തിട്ട് ഇറ്റലി പോകാനാണ് എൻ്റെ പ്ലാൻ. ഇറ്റലി പോയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പോകും. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് പിന്നെ അങ്ങനെ മേപ്പോട്ട് ഫിൻലാൻഡ്, അവിടുത്തെ രാജ്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ പോകണം. കറങ്ങി പോകണം. ഫുള്ള് കറങ്ങണ്ടേ. ആ പാർലമെൻറ്റിൻ്റെ മുമ്പിലായിട്ട് ഇവിടെ ആ ഡാന്യൂബ് റിവറിൻ്റെ തീരത്തായിട്ട് നമുക്കിവിടെ കുറേ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊരു മോണുമെൻ്റാണ്. ഇവിടെ എന്ത് മോണുമെൻ്റ് ആണെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടാവും.
ഇവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് ഷൂസ് കാണുന്നല്ലേ. ആ ഷൂസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഇരുമ്പിൻ്റെ ഷൂസാണ് ബേസിക്കലി. ആ ഷൂസ് ഇവിടെ ഇങ്ങനെ കുറേ കിടക്കുന്നത് ഇതൊരു മോണുമെൻ്റാണ്. ഈ ഒരു മോണുമെൻറ്റിൽ ആളുകൾ വന്ന് പുഷ്പങ്ങൾ സമർപ്പിക്കുന്നുണ്ട്, പൂക്കൾ സമർപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഷൂസ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ ഡന്യൂബെ എന്നാണ് ഈ മോണുമെൻറ്റിൻ്റെ പേര്. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ വലിയൊരു കഥയുണ്ട്. അത് ഞാൻ പറയാം. വലിയ കഥയല്ല, ചെറിയൊരു കഥയാണ്, ഞാൻ പറയാം. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്തൊരു സാഡ് ഫേസ് ഉണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കിനും. നമുക്ക് പണ്ട് ഇവിടെ നടന്ന ഒരു ക്രൂരതയുടെ ഒരു 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 മണവും ആ ഒരു ഫീലും ഒക്കെ നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ കിട്ടും എന്നുള്ളതാണ്. പിന്നെ എന്താ സംഭവം എന്നല്ലേ ഞാൻ പറയാം. 2005 ഇവിടെ ഇത്തരത്തിലൊരു മോണുമെൻ്റ് ഇവിടെ ഇവർ ചെയ്തത്. ഇത് ചെയ്യാനായിട്ട് മുൻകൈ എടുത്തത് ഒരു ഫിലിം ഡയറക്ടർ ക്യാൻ തൊഗായ് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് 1944-45 കാലഘട്ടങ്ങളിൽ ഇവിടെ ഈ ഒരു ബുഡാപെസ്റ്റ് നഗരത്തിൽ ഈ ഡന്യൂബ് റിവറിൻ്റെ തീരത്ത് വെച്ചിട്ട് ഇവിടുത്തെ ഹംഗേറിയൻ ആരോ ക്രോസ് പാർട്ടി പോലീസ് എന്ന് പറഞ്ഞ ഒരു ടീമുണ്ടായിരുന്നു. അവർ 20,000-ഓളം വരുന്ന ജൂതന്മാരെ മൃഗീയമായിട്ട് കൊന്നു. അവർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അവർ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പായിട്ട് അവരുടെ ഷൂസ് ഇവിടെ ഊരി വെക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഷൂസ് ഊരി വെപ്പിച്ചിട്ട് അവരെ വെടിവെച്ചിട്ട് നേരെ ആ ബോഡി ഈ നദിയിലേക്ക് തള്ളിയിടുകയായിരുന്നു. അത് അങ്ങനെ ഒഴുകിപ്പോട്ടെ എന്നുള്ളൊരിതിൽ. അപ്പോൾ അത്തരത്തിൽ ആ ഷൂസ് ഊരി വെപ്പിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഷൂസ് വിലപിടിപ്പുള്ളൊരു സാധനമാണ്, അന്നും എന്നുമല്ല. അപ്പോൾ അത് ആ ബോഡിയിൽ നിന്നും അതെടുത്ത് എന്താ പറയുക, ആരും റീയൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതുപോലും ആരും ഉപയോഗിക്കേണ്ട, അല്ല അത് വേറെ ആരും ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു ഇതിനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രൂരതയ്ക്ക് വേണ്ടിയായിരിക്കാം ആ ഷൂസ് അവിടെ ഊരി വെപ്പിച്ചിട്ട് അവരെ കൊന്നുതള്ളി. ലോകമെമ്പാടും നമുക്ക് ഇനി യാത്ര ചെയ്യുമ്പം, പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ നമുക്ക് കാണാം, ജൂതന്മാരെ കൊന്നുതള്ളിയ ചരിത്രമാണ് എല്ലായിടത്തും ഉള്ളത്. ജൂതന്മാരെ കൊന്നുതള്ളിയ ചരിത്രം. നമ്മളിപ്പോൾ നോക്കുമ്പോൾ എന്താ, ഇസ്രായേലിലും പാലസ്തീനിലും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവന്മാർ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുക. അവരെ ജൂതന്മാരെ കൊന്നുതള്ളിയ ചരിത്രം മാത്രമാണ് ലോകമെമ്പാടും ഉള്ളത്. അപ്പോൾ ആ ഒരു ചുരുക്കം പറ്റുമൊക്കെ അവർക്ക് എന്തായാലും തലമുറകളോളം ഉണ്ടാവുമല്ലോ, ഇല്ലേ? അതായിരിക്കും ചിലപ്പോൾ ഇപ്പം നടക്കുന്നത്. പക്ഷേ ഈ കൊന്നുതള്ളുന്നതിനോടോ അല്ലെങ്കിൽ ചുരുക്ക് തീർക്കുന്നതിനോടോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഇതും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. നടന്നു. നമ്മളിനി വീണ്ടും അതിൻ്റെ പുറകെ പോയിട്ട് നമ്മൾ ഇതാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു മെമ്മോറിയൽ ഇവിടെ വന്ന് കാണണം. നിങ്ങൾ ഹംഗറിയിൽ വരികയാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കണം. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റ് മന്ദിരം കണ്ട്, നമ്മുടെ ഈ ഒരു ഷൂസിൻ്റെ മോണുമെൻറ്റ് കണ്ട്, നമുക്കിനിയിപ്പോൾ നമ്മുടെ മമ്മൂട്ടി ഫോട്ടോ എടുത്ത പാലമുണ്ട് അവിടെ. ആ പാലത്തിൻ്റെ മേളിൽ കൂടെ നമുക്ക് അപ്പുറത്ത് ഫിഷർമാൻസ് ബാസ്റ്റിനും ബുഡ കാസിലും എല്ലാം കണ്ട് നമുക്ക് ശരിക്കും ഒരൊറ്റ നടത്തി തീർക്കാവുന്ന ഒരു കാര്യമാണ് ബുഡാപെസ്റ്റിലെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനിടയ്ക്കൂടെ ട്രാം പോകുന്നുണ്ട്. ആ ട്രാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമ്മുടെ മമ്മൂക്ക ആ പാലത്തിന് മുകളിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് എനിക്കും ഉണ്ട്. നോക്കട്ടെ. Hey, are you from here? Sorry. How do you pronounce this name? The name of this bridge? Seycheny. Seycheny. Yeah. Thank you. Appreciate. Yeah. Seycheny. അങ്ങനെയാണ് പാലത്തിൻ്റെ പേര്. ഇത് നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ലല്ലോ. ലോക്കൽസോട് ചോദിച്ചാൽ കറക്റ്റ് കിട്ടും. സെച്ചേനി ചെയിൻ ബ്രിഡ്ജ്. സെച്ചേനി ആൾ പറഞ്ഞ ആ ഒരു സെച്ചേനി അടിപൊളിയല്ലേ? അപ്പോൾ ആ സെച്ചേനി ചെയിൻ ബ്രിഡ്ജ്, അതാണ് മമ്മൂട്ടി ഫോട്ടോ എടുത്ത ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൻ്റെ മേളിൽ ഇവിടെ ടിക്കറ്റ് വയ്ക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ടിക്കറ്റ് എടുത്തു നമ്മുടെ ക്രൂസ് പോകാനായിട്ട്. കാരണം ഇവിടെ വന്നിട്ട് ഡന്യൂബ് റിവറിൽ കൂടെ ഒരു റിവർ ക്രൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ബോട്ടിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടമല്ലേ? ഇപ്പോൾ ഒരു ഓപ്പൺ ടിക്കറ്റാണ് ചെത്താന്നേക്കുന്നത്. ഇത് ഏത് വർഷമല്ല, ഓരോ മണിക്കൂറിലും ബോട്ടുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പോയി കയറാം, യൂസ് ചെയ്യാം. അതാണ്, നമുക്ക് വൈകിട്ട് കയറിയാൽ മതി, രാത്രി ഇരുട്ടുമ്പോൾ. ഞാൻ ആ ബ്രിഡ്ജിലേക്ക് കയറി വന്നു. ഇവിടെ കയറി വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ മമ്മൂട്ടി ഫോട്ടോ എടുത്ത ബ്രിഡ്ജ് ഇതല്ല, ഇത് തൊട്ടപ്പുറത്തെ ബ്രിഡ്ജാണ്. കാരണം നമ്മുടെ മമ്മൂട്ടി ഫോട്ടോ എടുത്ത ബ്രിഡ്ജ് ആ ട്രെയിൻ പോകുന്ന ബ്രിഡ്ജാണ്. ഇത് ട്രെയിൻ പോകുന്ന ബ്രിഡ്ജല്ല, അത് ഇതിനപ്പുറത്താണ്. അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജ് കണ്ടിട്ട് പോകാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, സെച്ചേനി ചെയിൻ ബ്രിഡ്ജ് നമ്മുടെ ഡന്യൂബ് റിവറിൻ്റെ കുറുകെ ഇവിടെ ഹംഗറിയിൽ
ആദ്യമായിട്ട് നിർമ്മിച്ച ഒരു പാലം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ ഡനൂബ് റിവർ കുറുകെ കടക്കുന്നതിന് വേണ്ടി ഹംഗറിയിൽ ഫസ്റ്റ് നിർമ്മിച്ച പാലം എന്ന് പറയുന്നത് ഇതാണ്. ഇരുമ്പ് ഉപയോഗിച്ചിട്ടാണ് ബേസിക്കലി നിർമ്മിച്ചിരിക്കുന്നത്. ഇരുമ്പും കല്ലും ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1849 ഈ പാലം ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. 1849. ഇത് ഡിസൈൻ ചെയ്തത് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറും ഇത് നിർമ്മിച്ചത് ഒരു സ്കോട്ടിഷ് എഞ്ചിനീയറുമാണ്. അപ്പോൾ ഈ പാലം ഇപ്പോഴും ഒരു നല്ലൊരു പ്രൗഢിയോടുകൂടി ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നു. നമുക്ക് 10-15 വർഷം മുമ്പ് നിർമ്മിച്ച പാലം വരെ വിള്ളലും ബാക്കിയുള്ള സംഭവങ്ങളും വന്നിട്ട് നശിച്ചു പോകുമ്പോഴത്തേക്കിനും എത്ര വർഷങ്ങൾക്ക് മുമ്പ് 1849 നിർമ്മിച്ച ഒരു പാലമൊക്കെ ഇവിടെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജും അതേപോലെ ടവർ ബ്രിഡ്ജും ഒക്കെ പോലെ തന്നെ അവിടെയൊക്കെ നമ്മൾ കാണുന്ന ആ ബ്രിഡ്ജ് പോലെ തന്നെ നമ്മുടെ ഹംഗറിയുടെ തലസ്ഥാനമായിട്ടുള്ള ബുഡാപെസ്റ്റ് നഗരത്തിൽ ആ ഡന്യൂബ് റിവറിൻ്റെ മുകളിൽ ഇങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ആ ഒരു ബ്രിഡ്ജാണ് ചെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ എനിക്കും ഭാഗ്യം കിട്ടി. അതിപ്പോഴും വണ്ടിയൊക്കെ പോകുന്നുണ്ട്, നല്ല ബസ്സും കാറും എല്ലാം പോകുന്ന, സാധാരണ എല്ലാ വണ്ടികളും പോകുന്ന നല്ല സ്ട്രോങ് ബ്രിഡ്ജാണ് കേസ്. ഇത് ബ്രിഡ്ജിൽ ഒരു പ്രശ്നമില്ല, സ്ട്രോങ് ആണ്. ഉണ്ടോ, ഇരുമ്പൊക്കെ കണ്ടില്ലേ, പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ലണ്ടനിലെ ആ ഒരു ടവർ ബ്രിഡ്ജിൻ്റെ ഏകദേശം ഒരു സെയിം രൂപമല്ലേ, അതേപോലെയാണ്. ആ ബ്രിഡ്ജിന് മുകളിൽ നമുക്ക് ഇവിടെ ഇതുപോലൊരു ഡെക്കുണ്ട്, ഒബ്സർവേഷൻ ഡെക്ക് പോലെ. ആ ഡെക്കിന് മുകളിൽ നമുക്കിവിടെ നിന്ന് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഓ, ആ തൂണൊക്കെ കണ്ടോ, അടിപൊളി. ഓ, കാലം കുലുങ്ങുന്നുണ്ടല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈവൻ ആ തൂണും ബാക്കിയുള്ള സംഭവങ്ങളും എന്തുവല്ലേ, എവിടെ നിന്നൊക്കെയോ വെട്ടിക്കൊണ്ട് വന്ന കല്ല് അതേപോലെ ഇവിടെ കൊണ്ടങ്ങ് വെച്ചിരിക്കുകയാണ്. ഓ, ദിസ് ഈസ് സോ ബിഗ് മാൻ. വാവ്, ഞാൻ ഗ്ലൗസ് ഒക്കെ എടുത്തിട്ടു, തണുപ്പാ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് നോക്കി, ഇതൊക്കെ രാത്രിയിൽ ലൈറ്റൊക്കെ കത്തി, ലൈറ്റ്സാണ് ആ മേളിൽ ഇരിക്കുന്നത്. നോക്കിയേ, അടിപൊളി ആ സംഭവം, കൊള്ളാം അല്ലേ? ഇതിങ്ങനെ ആളുകൾ ഈ ബ്രിഡ്ജ് ഇങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത് ബുഡ കാസിലേക്കാണ്. എത്ര വിൻ്ററായിട്ടും എത്ര ടൂറിസ്റ്റുകളാണെന്നറിയോ ഇവിടെ വരുന്നത്. ഇത്രയും ടൂറിസ്റ്റുകളെ ഞാൻ ഇതുവരെ വേറെ എവിടെയും കണ്ടില്ലായിരുന്നു ഈ ഒരു യൂറോപ്പിൽ കയറിയതിന് ശേഷം. എന്തോരോ ആൾക്കാരാ ഇല്ലേ. അപ്പം ഞാനേ മറ്റേ അത് കാണാൻ പോകുന്നതിന് മുമ്പ്, ബുഡ കാസിൽ കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് മമ്മൂട്ടിപ്പാലം കാണാൻ പോകാം. മമ്മൂട്ടിപ്പാലം, ഞാനിവിടുത്തെ പാലത്തിന് പേരിട്ടു മമ്മൂട്ടിപ്പാലം. അയ്യോ, എനിക്ക് പോകേണ്ട ട്രാം അവിടെ വന്ന് കിടക്കുന്നു. ഇനിയിപ്പോൾ പോവും മിക്കവാറും. പോലെ 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 ആ പോയി. ഇനി ഞാൻ അടുത്തത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ആ ക്യൂട്ട് ട്രാം കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ട്രാമാ. ഏതാ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ കണ്ടില്ലേ വീഡിയോയുടെ തുടക്കത്തിൽ, ആ ട്രാമാണ്. എന്ത് ക്യൂട്ടല്ലേ, ഇത് എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടിട്ട്. ഇത് ഭയങ്കര ആ ഒരു യെല്ലോ കളറും അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ കയറുന്നതിന് മുമ്പായിട്ട് നമ്മളിത് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്യണം, ഇതൊന്ന് സ്കാൻ ചെയ്യണം. ഇവിടെ ജസ്റ്റ് സ്കാൻ ചെയ്യുക, കയറുക, അത്രയുള്ള പരിപാടി. ആ ഡന്യൂബിൻ്റെ നദിയുടെ തീരത്തൂടെയാണ് ഈ ട്രാം ഇങ്ങനെ പോകുന്നത്. ഇതിങ്ങനെ ഇതിലൂടെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് അപ്പുറത്തോട്ട് പോകും. അങ്ങ് ദൂരെ കാണുന്നത് ബുഡ കാസിലാണ് ആ കാണുന്നത്. പിന്നെ ഇവിടെ റിവർ റെസ്റ്റോറൻറ്റുകളും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളും പിന്നെ ഡിന്നർ ക്രൂയിസ്, അങ്ങനെ പല 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 പരിപാടികൾ ഇവിടെ ഉണ്ട്. 2 ട്രാമുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകുന്ന കാണുന്നത് ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അടിപൊളി, അതൊക്കെ ഇഷ്ടപ്പെട്ടു ഈ ട്രാമായിട്ട്. ക്യൂട്ട് ട്രാം. ഇതിവിടുത്തെ മാരിയറ്റ് ഹോട്ടലാണ്. ഇതിനപ്പുറത്ത് ഇൻ്റർകോണ്ടിനെൻ്റൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, മാരിയറ്റും ഇൻ്റർകോണ്ടിനെൻ്റും ഒക്കെ, പ്രത്യേകിച്ച് റിവർ വ്യൂ ആണല്ലോ. ട്രാം ഇറങ്ങിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പോയ പോലെ തന്നെ അതിന് സമാന്തരമായിട്ടുള്ള മറ്റൊരു പാലമാണ് ഇത്. ഇതും ഒരു അയൺ ബ്രിഡ്ജാണ്. ഈ അയൺ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ അയൺ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാലത്തിൽ പല സ്ഥലത്തായിട്ട് കുറേ ഹിഡൻ സ്റ്റാച്യൂസ് ഉണ്ട്. അതാണ് ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പാലത്തിൽ ഇതിൻ്റെ മേളിൽ കൂടെ ട്രെയിൻ വരും. ആ ട്രെയിൻ വന്ന സമയത്താണ് നമ്മുടെ മമ്മൂക്ക ഇവിടെ എവിടെയോ നിന്ന് ഫോട്ടോ എടുത്തത്. അത് എവിടെ ആ സ്ഥലം ഞാൻ തപ്പിപ്പിടിക്കട്ടെ. മമ്മൂക്ക കുറേ വർഷം മുമ്പ് എടുത്താണെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് കാലത്തെയാണ്. അപ്പോൾ ആ ഒരു പാലത്തിന് മുകളിൽ കൂടെ ട്രെയിൻ വരുന്ന കാഴ്ച നമുക്ക് കാണാം. എന്നിട്ട് പിന്നെ നമുക്ക് ഈ പാലത്തിലുള്ള കുറേ കുഞ്ഞ് സ്റ്റാച്യൂസ്, അതാണ് ഈ പാലത്തിൻ്റെ പ്രത്യേകത ഉള്ളതല്ലേ. ഇതൊരു മ്യൂസിയമാണ് ബേസിക്കലി. കണക്റ്റഡ് ദ ഹിസ്റ്ററി ഓഫ് ബ്രിഡ്ജസ് ഓഫ് ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു മ്യൂസിയം ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മേളിൽ കൂടെ ട്രാം വരുന്നുണ്ട്. ഈ നഗരത്തിലെ ഈ യെല്ലോ ട്രാം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയല്ലേ. ലൈറ്റ് ഓപ്പോസിറ്റാണ്. ഈ പാലത്തിലുള്ള സ്റ്റാച്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ
നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കി നടക്കണം, എന്നാലേ കിട്ടുള്ളൂ. ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ കൂടി നിൽക്കുന്നുണ്ടാവും, നേരം നമുക്ക് കാണാം അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നോക്കാം, തപ്പട്ടെ. ഞാൻ ആ പാലത്തെ കൂടെ തലങ്ങം വിലങ്ങം നടന്നു. എന്നിട്ട് ഞാൻ ഇവിടുത്തെ പ്രതിമകളൊന്നും കണ്ടില്ല. ഞാൻ അങ്ങനെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ നോക്കി ഞാൻ ഇവിടെ പ്രതിമ കണ്ടെത്തി. ഇത് കണ്ടോ, എനിക്ക് ഈ കാണുന്നതാണ് നമ്മുടെ കിങ് ഫ്രാൻസ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മിനി സ്റ്റാച്ചു എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ചെറുതാണ്. എൻ്റെ ഫോണിൻ്റെ അത്ര വലിപ്പമുള്ളത് കണ്ടില്ല, എൻ്റെ ഫോണിൻ്റെ വലിപ്പമുള്ളത് കണ്ടോ, ഇത് ഇത്ര ഉള്ളു കണ്ടോ, ഒരു കുഞ്ഞ് സ്റ്റാച്ചു. അദ്ദേഹം ഒരു ഹാമോക്കിൽ ഇങ്ങനെ കിടക്കുന്ന പോലത്തെ ഒരു സ്റ്റാച്ചു ആണിത്, ചെറിയൊരു കുഞ്ഞ് സ്റ്റാച്ചു. ഇത് ഇവിടെ ഇങ്ങനെ താഴൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, കണ്ടില്ലേ. ഇത് ഭയങ്കര ക്യൂട്ടല്ലേ സംഭവം. അപ്പോൾ ഇത് ആരാ ചെയ്തതെന്നല്ലേ, ഇത് ആക്ച്വലി ഇതിൻ്റെ മേളിൽ ഇതേപോലെയുള്ള കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. ഹിഡൻ മിനി സ്റ്റാച്യൂസ് ഓഫ് ബുദാപെസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ചെയ്തത് മിഹാലി കൊളോട്കോ എന്ന് പറയുന്ന ഒരു ഉക്രൈനിയൻ സിറ്റിസൺ, അതായത് ഹംഗറി ഒറിജിനായിട്ടുള്ള ഒരു ഉക്രൈനിയൻ സിറ്റിസൺ ആയിരുന്നു അദ്ദേഹമാണ് ഇവിടെ ഇതുപോലെയുള്ള ഒരു സംഭവങ്ങൾ ചെയ്തത്. ഇതിനകത്ത് തന്നെ കുറേ സംഭവങ്ങളുണ്ട്, അതായത് റഷ്യൻ ടാങ്കും റഷ്യൻ യുദ്ധക്കപ്പലുകളും പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. ഒരു ഡെഡ് സ്ക്വിറലുണ്ട്. ഓക്കെ, എവിടെയാണെന്ന് തപ്പി പിടിക്കണം, അതാണ് പ്രശ്നം. ഇതിങ്ങനെ തപ്പി നടക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഡെഡ് സ്ക്വിറലുണ്ട്, പിന്നെ ഫ്രോഗ് ഉണ്ട്. ഇതൊക്കെ പല സ്ഥലത്തായിട്ടാണ്, അതായത് ഈ പാലത്തിൻ്റെ പല സ്ഥലത്തായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അത് എങ്ങനെ തപ്പി നടക്കണം എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മളൊരു ഗെയിം കളിക്കത്തില്ലേ, ഈ ഹണ്ടിങ് കളിക്കത്തില്ലേ, ഈ മറ്റേ ആ പരിപാടി, അതുപോലെ ഈ പാലത്തിൻ്റെ മേളിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണം ഒരു ഗെയിം കളിക്കാം. അതായത് എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംഭവമാണത്. ഇവിടെ എവിടെയോ നിന്നാണ് നമ്മുടെ മമ്മൂക്ക ആ ഫോട്ടോ എടുത്തത്, കണ്ടല്ലേ. ഇതേപോലത്തെ ഒരു സ്ഥലമാണത്. ഇവിടെ എവിടെയോ നിന്നാണ്, ഒന്നല്ല കുറേ ഫോട്ടോസ് ഉണ്ട്, ഇതുണ്ടല്ലേ. ഇതുപോലത്തെ കുറേ ഫോട്ടോസ് എടുത്തിരിക്കുന്നത്. ഇത് ആ ട്രാം വരുന്ന സമയത്ത് വല്ലാതെയൊക്കെ ആയിട്ട് പുള്ളിയുടെ ആയിട്ടുള്ള പോസിൽ നിന്ന് അടിപൊളിയായിട്ട് എടുത്തതാണ് ഈ സ്ഥലത്ത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാ അങ്ങനെ ആ ട്രാം വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നോക്കൂ, ട്രാം. അങ്ങനെ മമ്മൂട്ടി പാലത്ത് നിന്ന് ഞാൻ ഫോട്ടോ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബുഡ കാസിൽ കാണാനായിട്ട് പോകാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം പോയ ട്രാമില്ലേ, ആ ട്രാമിൽ കയറി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ബുഡ കാസിൽ പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കട്ടെ പരിപാടി. അതല്ലായിരുന്നു, വേറെ ട്രാമായിരുന്നു. ഇതിൽ തന്നെ കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് കാർഡ് ഉണ്ടല്ലോ, ഫ്രീ ആണല്ലോ, മാക്സിമം യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ട്രാം ഇറങ്ങിയിട്ട് ഈ പാലം ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു ബസ്സിൽ കയറി. ഇത്ര വലിയ സിറ്റി ആണെങ്കിലും ഉണ്ടല്ലോ, ഒരു ട്രാഫിക് ബ്ലോക്കോ സംഭവങ്ങളോ ഒന്നും ഞാനിതുവരെ എവിടെയും കണ്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. ആളുകൾക്ക് വണ്ടിയൊന്നും എടുക്കണ്ട. ആകെ റോഡിൽ കുറച്ച് വണ്ടികളുണ്ടെങ്കിൽ ടാക്സികളേ ഉള്ളൂ, ബാക്കിയുള്ള വണ്ടികളൊക്കെ വളരെ കുറവാണ്. അത് ഭയങ്കര ഒരു സംഭവമാണ്. നമ്മളിപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര വീക്കാണ് നമ്മുടെ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ട്രാഫിക്കും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കൂടി വരുന്നത്. എന്തായാലും പോപ്പുലേഷൻ ഒരു വലിയ ഫാക്ടറാണ്. പക്ഷേ എന്നിരുന്നാലും പബ്ലിക് ട്രാൻസ്പോർട്ട് അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ റോഡിലെ ട്രാഫിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ബസ് ഇറങ്ങി വന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഇവിടെ ഒരു അടിപൊളി ഒരു ടണൽ കണ്ടു. ഇത് കണ്ടു, വണ്ടി പോകുന്ന ടണലാണ്. ഇതിൻ്റെ മേളിലാണ് ബുഡ കാസിൽ. എന്ത് ജൈജാൻറ്റിക് ലുക്കാണല്ലേ ആ ഒരു ടണലിന്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു നിയോ ഗോത്തിക് സ്റ്റൈലിലാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ടണലാണ് ഇത്. പൊന്നോ, ആ ടണൽ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അന്തം വിട്ടിരിക്കുകയാണ് ഞാൻ. അതിനകത്തൂടെ നമുക്ക് നടന്നു പോകാം. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, രണ്ട് ദിശയിലേക്ക്. ഒരു മലയുടെ അടിയിൽ കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ടണലാണ്. ആ ടണലിൽ ഇത് കണ്ടോ, ഇതൊക്കെ മറ്റേ സ്വിമ്മിംഗ് പൂൾ ഒട്ടിക്കുന്ന പോലത്തെ ചെറിയ ടൈൽസാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് അതിൻ്റെ പേരാണെന്ന് തോന്നുന്നു എഴുതി വെച്ചിരിക്കുന്നത്. 1973 നിർമ്മിച്ച ടണലാണ്. അടിപൊളി അല്ലേ. ഇതിനകത്തൂടെ നടന്ന് വേണമെങ്കിൽ അപ്പുറത്തോട്ടൊക്കെ പോവാം. ഇതിനകത്തെന്തോ വീടു. ആ ബുദ കാസിലിൻ്റെ മേളിലോട്ട് പോകാനായിട്ടേ ഇവിടെ കുറേ സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് കയറി വേണം പോകാനായിട്ട്. അടിപൊളി. ഇത് കണ്ടോ, ഇത് ഒരു ടൂറാണ് കണ്ടോ, ഉള്ളതല്ലേ. ഇങ്ങനത്തെ വണ്ടിയിൽ ഇങ്ങനെ നമുക്ക് സിറ്റി ടൂർ നടത്താം. അങ്ങനത്തെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ പോകുന്നുണ്ടോ, ഇയാളാണെന്ന് തോന്നുന്നു അതിൻ്റെ ഗൈഡ്. അടിപൊളി പരിപാടിയാണ് അത്. നൈസ്. എനിക്കൊന്ന് ടാക്സി വിളിക്കുകയാണെങ്കിൽ നേരെ മേളിൽ അപ്പുറത്തോട്ട് പോകാൻ പറ്റും, മേളിൽ അവിടെ പോയി ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എൻ്റെ മേളിലേക്കില്ല, അപ്പം നടന്ന് തന്നെ കയറണം. സോ ഞാൻ ആ പടികൾ കയറി തുടങ്ങി. ഇത് കുറേ കയറണം കേട്ടോ, കുറേ സ്റ്റെപ്പുകൾ കയറാനുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ടണലില്ലേ, അത് ഇതിൻ്റെ അടിയിലൂടെയാണ് പോകുന്നത്. ഓ വാ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെയിൻ ബ്രിഡ്ജാണ് ഈ കാണുന്നത് കണ്ടോ. നമ്മൾ നേരത്തെ ആദ്യം കാണുന്നില്ലേ, നടന്നു വന്നില്ലേ, ശശന്യോ മറന്നു ഈ പേര്. ആ ചെയിൻ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡാന്യൂബ് റിവറിൻ്റെ ഇപ്പുറത്തുള്ള ബുഡ
റീജിയനിലാണ്. ഇതിൻ്റെ അപ്പുറത്താണ് പെസ്റ്റ് വരുന്നത്. അതാണ് ബുഡാപെസ്റ്റ് മനസ്സിലല്ലേ, ബുഡാപെസ്റ്റ്. അയ്യാ, ഇതിൻ്റെ അടിയിലോട്ടാണ് ആ ടണൽ പോകുന്നത്. അവിടെയാണ് പാലസ്. ഇതിൻ്റെ മേളിലോട്ട് പോകാനായിട്ട് 1986 നിർമ്മിച്ച ഒരു ഫെർണിക്കുലർ ട്യൂബുണ്ട്. ഈ കാണുന്ന സംഭവം കണ്ടോ, ഈ കാണുന്ന ഇതിലൂടെ കയറി സിമ്പിളായിട്ട് മേളിൽ പോകാം. പക്ഷേ അതിൻ്റെ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ 1 മണിക്കൂർ ക്യൂ നിൽക്കണം. സോ ഐ ഡോണ്ട് ഹാവ് ടൈം ടു സ്പെൻഡ് ഫോർ ദാറ്റ്. അപ്പോൾ ടിക്കറ്റ് നേരത്തെ പ്രീ ബുക്ക് ചെയ്യുവാണെങ്കിൽ നേരെ കയറി വരാം. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അത് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു, നമുക്കറിയില്ലായിരുന്നു. സോ നമുക്ക് സ്റ്റെപ്പ് കയറി കുറച്ച് കാലറിയൊക്കെ ബേൺ ചെയ്ത് നമ്മുടെ ബുദ്ധ കാസിലിന് അങ്ങോട്ടേക്ക് പോകാം. ഇതിങ്ങനെ പോകുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ അല്ലേ? താഴെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോപ്പിൽ ഇങ്ങനെ തൂങ്ങി വലിച്ചിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോവും. അതേസമയം മുകളിൽ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴേക്കും വരും. മുകളിൽ താഴേക്ക് വരാൻ വലിയ തിരക്കൊന്നുമില്ലല്ലോ. താഴെ നിന്ന് മേളിൽ പോകാനാണ് ആൾക്കാരുള്ളത്. താഴെ നിന്നില്ല കയറാൻ പാടതുകൊണ്ടായിരിക്കും. കൊള്ളാമല്ലേ? അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. അടിപൊളി. ഞാൻ താരമില്ല. അങ്ങനെ കയറി അതിൻ്റെ മുകളിൽ വന്ന് ഞാൻ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഡന്യൂബ് റിവറിൻ്റെയും അതേപോലെ തന്നെ ബുദാപെസ്റ്റിൻ്റെ ഒരു ഏരിയൽ വ്യൂ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും, ആ ബ്രിഡ്ജസൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബുഡ കാസിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോയൽ പാലസ് ഓഫ് ഹംഗറി എന്നാണ് സത്യം പറഞ്ഞാൽ ഇതിനെ പറയുന്നത്. ഇത് പണ്ടത്തെ ഇവിടുത്തെ ഹംഗേറിയൻ രാജാക്കന്മാരുടെ റോയൽ പാലസ് ആയിരുന്നു. ഇപ്പോൾ ഇത് റോയൽ പാലസ് അല്ല. ഇപ്പോൾ ഇതിനകത്ത് ഒരു നാഷണൽ ഗ്യാലറിയും പിന്നെ അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം പിന്നെ നാഷണൽ ലൈബ്രറി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പല പല സംഭവങ്ങളാണുള്ളത്. ഇതിനകത്തും നമുക്ക് ഗൈഡഡ് ടൂർസും അതേപോലെ തന്നെ ഇതിനകത്ത് കയറിയിട്ട് ഇതിനകത്തെ പലതരത്തിലുള്ള മ്യൂസിയമാണ് ബേസിക്കലി. അപ്പോൾ ആ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ നമുക്കിതിനകത്ത് കയറി കാണാൻ സാധിക്കും. ഇത് സത്യം പറഞ്ഞാൽ 1265 ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം വേൾഡ് വാർ 2 സമയത്ത് ഇത് ഭാഗികമായിട്ടല്ല, ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ട് തന്നെ നശിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം പിന്നെ ഇവിടുത്തെ ഒരു സ്റ്റേറ്റ് കമ്മ്യൂണിസ്റ്റ് എറ നടക്കുന്ന സമയത്താണ് ഇത് രണ്ടാമത് ഒരു എന്താ പറയുക മിനിമൽ രീതിയിലെങ്കിലും ഇത് പുനർനിർമ്മിച്ചത് എന്നാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത്. കാരണം ഇത് ഉറപ്പായിട്ടും ഇത്രയും വലിയൊരു സ്ഥലത്തെ ഒരു പാലസ് എന്ന് പറയുന്നത് ഇതുപോലെയൊന്നും അല്ല ഇരിക്കേണ്ടത്. നമ്മൾ താഴെ കണ്ട ബിൽഡിങ്ങുകളൊക്കെ ഇതിലും സെറ്റപ്പായിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും ഇത് ഏത് ലെവലിലാണ് അവർ നിർമ്മിച്ചതെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ? പക്ഷേ ആ ഒരു വേൾഡ് വാർ 2 സമയത്ത് പല സംഭവങ്ങളും നശിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇതും നശിപ്പിക്കപ്പെട്ടിരുന്നു. പിന്നീട് അവർ റിനോവേറ്റ് ചെയ്തെടുത്ത് കുട്ടപ്പനാക്കി കൊണ്ടുവന്ന സംഭവമാണ് ഈ കാണുന്ന ബുഡ കാസിൽ എന്ന് പറയുന്ന ഈ ഒരു പാലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കയറി കുറേ കാഴ്ചകളൊക്കെ കാണാം. നിങ്ങൾക്ക് ഒരു 2-3 മണിക്കൂറൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇതിനകത്ത് കയറി മ്യൂസിയം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി എക്സ്ട്രാ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇവിടെ വന്ന് ഇതൊക്കെ കാണുന്നതിന് വലിയ പൈസയും കാര്യങ്ങളൊന്നുമില്ല, പൈസ ഒന്നുമില്ല, ഫ്രീ ആണ്. നിങ്ങൾക്ക് എനർജി മാത്രം മതി. പിന്നെ ഇതിൻ്റെ മുമ്പിൽ ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. ഇവിടെ ആളുകൾ കോഫിയും ബിയറൊക്കെ രാവിലെ പാലസിൻ്റെ മുമ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അല്ല, ഉച്ചയാവുന്നു. യെസ്, നമുക്ക് ആ ഒരു ബുദ കാസിലിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിഷർമാൻസ് ബാസ്റ്റിയൻ്റെ അവിടേക്ക് പോകാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് കയറി വന്നിട്ട് പിന്നെ താഴെ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് പിന്നെ പോകണ്ട. അതിൻ്റെ മേളിൽ കൂടെ തന്നെ അതിൻ്റെ പുറകിലുള്ള വഴിയിലൂടെ നമുക്ക് ആക്ച്വലി നടന്നു പോകാവുന്നതേ ഉള്ളൂ. ഞാൻ താഴെ പോകാനായിട്ട് ആ മറ്റേ സാധനത്തിൽ കയറാൻ വേണ്ടി നോക്കിയപ്പോഴേ 1000 രൂപയെന്ന്. താഴെ പോയിട്ട് മേളിൽ വരാൻ വേണ്ടിയുള്ള ടിക്കറ്റേ ഉള്ളൂ, താഴെ പോകാൻ വേണ്ടി മാത്രമുള്ള ടിക്കറ്റ് ഇല്ല. 1000 രൂപയാവുന്നു. 1000 രൂപ. അയ്യോ, ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഹംഗറിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്, ചിമ്നി കേക്ക് എന്നാണ് പറയുന്നത്. ചിമ്നി കേക്ക് അതിങ്ങനെ ചിമ്മിനിയുടെ ഷേപ്പിലിരിക്കുന്നതുകൊണ്ടാണ് ചിമ്നി കേക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ കാണുന്ന എത്രയും ഫ്ലേവറിൽ നമുക്കത് കിട്ടും. അതിവിടെ ഡോണട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അവരുണ്ടാക്കുന്ന നമുക്കിവിടെ കാണുന്നുണ്ട്. അതൊക്കെ €1 ആണെന്ന് തോന്നുന്നു പ്രൈസ്. ഞാനൊരെണ്ണം വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിന് 2500 പൈസയുണ്ട് ഇവിടുത്തെ കേട്ടോ. അതെന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 500 രൂപയായി. എന്താ ഇവരുണ്ടാക്കുന്നുണ്ട്, എങ്ങനെയാണെന്ന് എനിക്ക് ഇതുണ്ട്. 5 മിനിറ്റ് എടുക്കും. ഞാൻ സിനമൺ ഫ്ലേവർ പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു സാധനത്തിൽ വെച്ച് ഇങ്ങനെ റോൾ ചെയ്ത് ഇതിങ്ങനെ ചൂടാവും കേട്ടോ. മാവാണ്, ആ മാവ് അവരവിടെ അതിലിങ്ങനെ കുഴച്ച് വരും. ഫസ്റ്റ് ആ കാണുന്ന അതിൽ മാവ് കുഴയ്ക്കും കണ്ടോ, ആ ഇതിൽ മാവ് കുഴച്ച് വെച്ചിരിക്കുന്നുണ്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഈ ഒരു സാധനത്തിൽ ഇവിടെ നമ്മൾ ഈ ഫ്രഞ്ച് റോസ്റ്റ് ഉണ്ടാക്കത്തില്ലേ, ബ്രെഡ് റോസ്റ്റ് ചെയ്യില്ലേ, അതേപോലെ തന്നെ അടിയിലൊരു ഇതാണ്. അത് ഇങ്ങനെ ചൂടായിട്ടാണ് ഇതാവുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ കണ്ടോ, അതാണ് പരിപാടി. എന്നിട്ട് അത് അവരവിടെ എടുത്തിട്ട് നമുക്ക് വേണ്ട ഫ്ലേവർ അകത്ത് വേണ്ട ന്യൂട്രലൊക്കെ തേച്ച് തരാൻ വേറെ പൈസ കൊടുക്കണം. അങ്ങനെ സെറ്റാക്കി നമുക്ക് തരും. അതാണ് പരിപാടി. ഇത് ഭയങ്കര ഫേമസ് ആട്ടോ ഇവിടെ. താങ്ക് യു.
അങ്ങനത്തെ എൻ്റെ സാധനം കിട്ടി. പുകയുന്ന കണ്ടോ, ഇത് ഉള്ളതല്ലേ ചിമ്നി കേക്ക് ഗൈസ്. നോക്കി ചിമ്നി കേക്ക്. ഇത് നമുക്ക് അവിടെ നിന്ന് നമ്മുടെ മറ്റേ സ്ഥലത്തേക്ക് പോകുന്ന വഴി ഇതുണ്ട്. ഇവിടെ ഒരു കടയുണ്ട്, ഇതിൻ്റെ പേരെന്തോന്ന് കുർത്തോ, അത് വായിക്കാനാണ് പാട്. ചിമ്നി കേക്ക് കുർത്തോക്ക ആക്സസ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ചിമ്നി കേക്ക് വാങ്ങിച്ചത്. കണ്ടോ, ഇത് നല്ല ചൂടാണ്. ഇതകത്ത് മറ്റേ ഹോളാണ്. ഇതിങ്ങനെ ഇത്തരത്തിൽ നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ കഴിക്കാം. അതാണ് സംഭവം. ഇത് ബേസിക്കലി എൻ്റെ ലഞ്ചായി ഇന്ന്. ഇനിയിപ്പോൾ എനിക്ക് വേറെ ഒന്നും വേണ്ട. 500 രൂപയാണ് ഇതിന്, 500 രൂപ. കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ. മാവ് ഇങ്ങനെ എന്താ പറയുക, കനലിൽ വെച്ച് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇലക്ട്രിക് സാധനത്തിൽ വെച്ച് ബേക്ക് ചെയ്തൊരു സാധനമാണ് ഈ ചിമ്നി കേക്ക്. കഴിച്ചുകൊണ്ട് നടന്ന് ഇത് കഴിച്ച് തീരുമ്പോഴത്തേക്കിനും നമ്മൾ ഫിഷർമാൻസ് ബാസ്റ്റ്യനിലെത്തും. സുവനീറുകൾക്കൊക്കെ എന്ത് വിലയാണെന്നറിയോ ഇവിടെ, ഭയങ്കര പ്രൈസ്. ഒരു മണി നോക്കിയപ്പോഴത്തേക്കിനും 10 യൂറോ എന്നൊക്കെ എന്ന് പറയുമ്പോൾ 1000 രൂപ അടുത്തായേ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ഫിഷർമാൻസ് ബാസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാനൊരു സുവനീറും എൻ്റെ മണിയും വാങ്ങിച്ചു. മണി എന്ത് വിലയെന്നറിയോ, ഇനിയിപ്പോൾ സുവനീറൊക്കെ വാങ്ങിക്കണ നല്ല കത്തിയായിരിക്കും. നല്ല സാധനങ്ങൾക്ക് ഭയങ്കര എക്സ്പെൻസീവാണ്. ചാത്ത സാധനങ്ങൾ കിട്ടും ചെറിയ പൈസയ്ക്ക്. മണി നമ്മൾ ഇപ്പോൾ ഫിഷർമാൻസ് ബാസ്റ്റ്യൻ്റെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും നമുക്ക് അങ്ങ് ദൂരെ അവിടെ കാണുന്നതാണ് ഫിഷർമാൻസ് ബാസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് ബേസിക്കലി ഒരു സിറ്റി വാളാണ്. ഇവിടത്തേക്ക് റോഡ് കണ്ടു, കല്ലൊക്കെ പാകി അടിപൊളിയായിട്ട്, എന്ത് വൃത്തിയല്ലേ റോഡൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ദ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ബുദ്ധ കാസിൽ എന്ന് പറഞ്ഞ് 13th സെഞ്ച്വറിയിൽ നിർമ്മിച്ച അതിമനോഹരമായിട്ടുള്ള ഒരു ചർച്ചാണ്. പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ എന്തൊക്കെയോ ബിൽഡിങ്ങുകളാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അതിനപ്പുറത്ത് ഒരു ഹോട്ടലുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ചർച്ച് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇതെല്ലാം ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങളും അതേപോലെ തന്നെ ആ ഒരു നദിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രോപ്പർ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്യൂട്ടി ഒന്നും പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ എന്ത് ഭംഗിയാണെന്നറിയോ ഈ പള്ളി. ഇവിടെ പള്ളിക്കകത്തും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിൽ കയറണമെന്നുണ്ടെങ്കിൽ, എവിടെ കയറുന്നുണ്ടെങ്കിലും ടിക്കറ്റ് എടുക്കണം. അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ, ഈ പള്ളിക്കകത്ത് കയറണമെന്നുണ്ടെങ്കിലും ടിക്കറ്റ് എടുക്കണം. പക്ഷേ അതൊക്കെ വേർത്തായിരിക്കും പലതും. നിങ്ങൾക്കൊക്കെ കയറി കാണണമെന്നുണ്ടെങ്കിൽ കയറി കാണാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളി, 13th സെഞ്ച്വറിയിലെ പള്ളി. അതിങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇപ്പുറത്തായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഫിഷർമാൻസ് ബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതി. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ഒരു ഫിഷർമാൻസ് ബാസ്റ്റ്യൻ എന്ന് പറയുന്നത്. ശരിക്കും ഇവിടുത്തെ ഈ ഒരു കാസിലും അതുപോലെ തന്നെ ഈ ഒരു പ്രദേശവുമൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു സിറ്റി വാളാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വന്ന് ഇതെല്ലാം കാണാം, ഫോട്ടോയൊക്കെ എടുക്കാം. ഇങ്ങനെ ഭയങ്കര രസമാണ് കേട്ടോ. വിൻ്ററിലാണെങ്കിലും സമ്മറിലാണെങ്കിലും എപ്പോൾ വന്നാലും അടിപൊളിയാണ്. അതിനകത്തൂടെ നമുക്കിങ്ങനെ നടക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര വ്യൂ ആണ്. നമുക്ക് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ പാർലമെൻറ്റ് കാണാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ആ ഒരു ഭാഗത്തായിട്ടാണിത്. ഭയങ്കര തിരക്കാട്ടോ മൊത്തത്തിൽ. അവിടെ ഒരു ഗൈഡ് ഇരുന്ന് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യെസ്, എവിടെ പാർലമെൻറ്റ് എവിടെ? യെസ്, അങ്ങ് ദൂരെ നമുക്ക് പാർലമെൻറ്റ് കാണാം. പിന്നെ എന്താ പറയുക, ബാക്കിയുള്ള കെട്ടിടങ്ങളും പാലങ്ങളും വഴികളും ഒക്കെ നമുക്കിങ്ങനെ കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. അടിപൊളിയാണേ, കൊള്ളാം അല്ലേ? ഇതിങ്ങനെ ഇവിടെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല സത്യം പറഞ്ഞാൽ. നമുക്കിങ്ങനെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഇതിങ്ങനെ ദൂരേന്ന് കാണണം. ദൂരേന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രോപ്പർ ഭംഗി നമുക്ക് കിട്ടുക. ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നേ ഉള്ളൂ. കൊള്ളാം, എന്തായാലും സംഭവം കൊള്ളാം. ഇത് കണ്ടില്ലേ ഓരോ ആളുകളുടെ പ്രതിമകളും മറ്റുമൊക്കെ. അവിടെ ഇവിടെയൊക്കെ കുറേ ആളുകൾ നിന്ന് എന്താ പറയുക ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വായിച്ച് ചെറിയ പൈസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ഈ കത്തീഡ്രൽ കൊള്ളാം. കത്തീഡ്രലല്ല, ചർച്ച് കൊള്ളാം കേട്ടോ. അടിപൊളിയാണേ, കൊള്ളാം അല്ലേ? ഇഷ്ടപ്പെട്ടു. നൈസ് പ്ലേസ്. ഇവിടെ കണ്ടോ ഒരു പഴയ ഒരു ഫോട്ടോ എടുക്കുന്നൊരു സെറ്റപ്പ്. അത് കൊള്ളാം അല്ലേ? ബെസ്റ്റ് ട്രിപ്പ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കണ്ടോ, ഇതുപോലുള്ള ഓരോ സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഫോട്ടോ എടുക്കാം. ഇതിനകത്ത് ഇങ്ങനെ നോക്കി, ഇത് ഡിജിറ്റൽ ക്യാമറയാണ് വെച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ട് ഉള്ള പരിപാടിയാണ്. കണ്ടോ നോക്കി, കൊള്ളാം പരിപാടി. പുള്ളി ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അന്നേരം തന്നെ പ്രിൻ്റ് എടുത്ത് തരും. കാണുമ്പോഴത്തേക്കും നമുക്ക് പഴയ ഫോട്ടോ പോലെ തോന്നും, പക്ഷേ അല്ല, പഴയ ക്യാമറ പോലെ തോന്നും. പക്ഷേ അല്ല, അത് പുതിയ ഡിജിറ്റൽ ക്യാമറ ആ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ട് സെറ്റാക്കിയിരിക്കുക. ഇതിന് മേളിലൊക്കെ ഈ പ്രാവൊന്നും വന്നിരിക്കാതിരിക്കാൻ വേണ്ടി മറ്റേ ഇത് ആണിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിലൊക്കെ. ഈ ഡോർ എന്ത് ഭംഗിയല്ല, അതിൻ്റെ ടെക്സ്ചർ നോക്കി. അതായത് വുഡിൻ്റെ മുകളിൽ കാസ്റ്റ് അയൺ ആണെന്ന് തോന്നുന്നു, അതിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ടെക്സ്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇങ്ങനെ പല പല വണ്ടികളിൽ ഇത് കണ്ടോ, ഇത് കൊള്ളാം അല്ലേ? പല പല വണ്ടികളിൽ ഇതുപോലെയുള്ള സിറ്റി ടൂറുകൾ നടത്തുന്നുണ്ട്.
ഹംഗറിയിൽ നിന്നുള്ള കാഴ്ചകൾ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ കിടിലൻ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ, സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് ഹംഗറി കാണുക. അടിപൊളി രാജ്യമാണ്, കമ്പാരിറ്റീവ്ലി സേഫ് രാജ്യമാണ്. സോളോ ട്രിപ്പ് വരാനായിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം അടിപൊളി ഒരു സേഫ് രാജ്യമാണ്. സോ സീ യു അഗെയിൻ ഗൈസ്, എൻജോയ്. കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സംഭവങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ബൈ.